ബസ്സുകൾ തമ്മിൽ ഉരസിയതിന് പ്രതികാരം പെയിന്റ് റിമൂവർ ഉപയോഗിച്ച ബസ് നശിപ്പിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. ചാലിയം തേഞ്ഞിപ്പാലം സ്വദേശികളായ 3 പേരാണ് പിടിയിലായത്. ഈ മാസം 7-നാണ് പുളിക്കലിൽ നിർത്തിയിട്ട ബസ് നശിപ്പിക്കപ്പെട്ടത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. കൊണ്ടോട്ടി പുളിക്കലിൽ നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ് പെയിന്റ് റിമൂവർ ഉപയോഗിച്ച് നശിപ്പിച്ച കേസിൽ ചാലിയത്തെ ബസ്സുടമയടക്കം 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോഴിക്കോട് ചാലിയം സ്വദേശികളായ പണിക്കോട്ടുപറമ്പിൽ വിധുൻനാഥ്, യങ്ങാട്ടിൽ പറമ്പ് രാകേഷ്, ചേലേമ്പ്ര കൊളക്കാട്ടുചാലിൽ അമൽ എന്നിവരാണ് പിടിയിലായത്. ബസ്സുകാരുമായുള്ള തർക്കത്തിന്റെയും ജീവനക്കാരും തമ്മിലുള്ള തർക്കത്തിന്റെയും ചുവട് പിടിച്ച് നടന്ന അതിവിദഗ്ധമായ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഈ മാസം 7-നാണ് കണ്ണംവെട്ടിക്കാവ് ജംഗ്ഷനിൽ നിർത്തിയിട്ടിരുന്ന 3 സ്റ്റാർ ബസ് ബൈക്കിലെത്തിയ 2 പേർ പെയിന്റ് റിമൂവർ ഒഴിച്ച് നശിപ്പിച്ചത്. 1 മാസം മുൻപ് രാമനാട്ടുകര വെച്ച് മറ്റൊരു റൂട്ടിൽ ഓടുന്ന ബസ്സുമായി 3 സ്റ്റാർ ബസ് ഉരസിയ സംഭവമുണ്ടായതായി അന്വേഷണത്തിൽ വ്യക്തമായി. പ്രശ്നം രമ്യമായി പരിഹരിച്ചിരുന്നെങ്കിലും രാമനാട്ടുകരയിലെ ബസ്സുടമയ്ക്ക് ഇക്കാര്യത്തിലുണ്ടായ വൈരാഗ്യമാണ് ബസ് നശിപ്പിക്കുന്നതിലേക്കെത്തിയത്. CCTV ക്യാമറ ദൃശ്യങ്ങളിൽ കണ്ട ബൈക്കിന് സമാനമായ ബൈക്കിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിൽ രാമനാട്ടുകര സംഭവത്തിലെ എതിർകക്ഷിയായ ബസ്സുടമയുടെ വീടിന് സമീപം ഇതേ ബൈക്ക് സംഭവത്തിന് ശേഷം എത്തിച്ചേർന്നതാണ് കേസിൽ വഴിത്തിരിവായത്. തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രതികൾ കുറ്റം സമ്മതിച്ചു. പ്രതികളെ പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. പ്രതികൾ സഞ്ചരിച്ച ബൈക്കും പെയിന്റ് റിമൂവറിന്റെ ശേഷിപ്പുകളും പോലീസ് കണ്ടെടുത്തു. കൊണ്ടോട്ടി ഇൻസ്പെക്ടർ PM ഷമീറിന്റെ നേതൃത്വത്തിൽ SI തുളസീദാസ്, ASI അബ്ദുൽ ജബ്ബാർ, സ്ക്വാഡ് അംഗങ്ങളായ അമർനാഥ്, ഋഷികേഷ്, ബിജു VP എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കേരള വിഷൻ, കൊണ്ടോട്ടി. ഒന്നും ഇവിടെ ഉള്ളവരല്ല.